ദൈവ തിരുനാമത്തിന് വീണ്ടും മഹത്വം. ഇന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യഭാഗങ്ങളുടെ 3-ാം ഭാഗം വ്യാഖ്യാനത്തിലേക്ക് വരുവാൻ ദൈവസ്ഥലിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 ഭാഗത്ത് ഈ 10-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന വിഭാഗക്കാർ ആരാണ്, എന്ത് കാരണം കൊണ്ട് അവിടെ പരാമർശിക്കപ്പെടുന്നവർ വിശ്വാസികളല്ല, വിശ്വാസ ത്യാഗികളാണ് എന്നുള്ള വിഷയം വളരെ ഗൗരവതരമായി ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ദൈവവചനത്തെ അതിന്റെ കോണ്ടെക്സ്റ്റ് കൊണ്ട് നന്നായി മനസ്സിലാക്കുകയും അടിസ്ഥാനപരമായ അതിന്റെ വ്യാഖ്യാന ശാസ്ത്ര നിയമത്തിന് വിധേയപ്പെട്ട് അത് പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് ഈ പാസേജിൽ പറയപ്പെടുന്ന വിഷയം എന്ന് യാതൊരു തർക്കവുമില്ലാതെ മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവവചനത്തെ വിശ്വസിക്കാതെ ഏതെങ്കിലും സംഘടനയുടെ അല്ലെങ്കിൽ സാരഥിയുടെ സംവിധാനങ്ങളുടെ ഗുണഭോക്താക്കളായിരിക്കുന്ന ആളുകൾക്ക് ആ വേദഭാഗം ഏറെ പ്രയാസത്തിന് കാരണമായി ഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത് ശരിയായ നിലയിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ അറിവിലേക്ക് വീണ്ടും അതിന്റെ 3-ാം ഭാഗം ഇവിടെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായലേഖനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ വീണ്ടും ഞാൻ വായിക്കുന്നു. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിക്കും. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അലക്ഷ്യതവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ഈ വാക്യഭാഗമാണല്ലോ ഇവിടെ ഏറ്റവും വലിയ പ്രയാസമായി ചില ആളുകൾ പറഞ്ഞത്. അപ്പൊ ആ ബന്ധത്തിൽ തന്നെ ഈ വേദാംശത്തിന്റെ ശരിയായ വിശദീകരണത്തിന്റെ 3-ാം ഭാഗം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. റിസൾട്ട്സ് ഓഫ് അപ്പോസ്റ്റസി, അതായത് വിശ്വാസ ത്യാഗത്തിന്റെ ആത്യന്തികമായ പരിണിത ഫലം എന്താണ്? വിശ്വാസ ത്യാഗത്തിന്റെ പരിണിത ഫലം എന്താണ്? 2 പ്രത്യേക ഫലങ്ങളാണ് വിശ്വാസ ത്യാഗത്തിന് ആത്യന്തികമായി ഉള്ളതായി ഇവിടെ പറയപ്പെടുന്നത്. നമ്പർ 1, സാക്രിഫൈസ് ഫോർ സിൻ, നോ സാക്രിഫൈസ് ഫോർ സിൻ റിമൈൻസ്. പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും അവശേഷിക്കുന്നില്ല. വിശ്വാസ ത്യാഗത്തിന്റെ ആദ്യത്തെ റിസൾട്ട് അല്ലെങ്കിൽ പ്രതിഫലനം എന്ന് പറയുന്നത്, ദി അപ്പോസ്റ്റേറ്റ് ഹാസ് നോ ലോങ്ങർ എ സാക്രിഫൈസ് ദാറ്റ് ക്യാൻ അറ്റോൺ ഫോർ ഹിസ് സിൻ. തന്റെ പാപങ്ങൾക്ക് ഒരു പ്രായശ്ചിത്തമായി ഇനി ഒരു യാഗവും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഈ അപ്പോസ്റ്റേറ്റുകളുടെ വിശ്വാസ ത്യാഗത്തിനുള്ള ആദ്യത്തെ പ്രതിഫലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസ ത്യാഗി ഈസ് ബിയോണ്ട് സാൽവേഷൻ, രക്ഷയ്ക്ക് ബഹുദൂരമാണ് എന്ന് പറഞ്ഞാൽ രക്ഷയിലേക്ക് പ്രവേശമില്ല. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനുള്ള ഏക യാഗം കാൽവറിലെ ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി അർപ്പിച്ച തന്റെ ശരീരയാഗമാണ്. ആ ശരീരയാഗത്തെ മനഃപൂർവമായി അവഗണിച്ചാൽ, അതായത് ആ യാഗത്തെ വേണ്ട എന്ന് വെച്ചാൽ, ആ യാഗം ആത്മരക്ഷയ്ക്ക് അപര്യാപ്തമാണെന്ന് കണ്ടാൽ, there is no hope of salvation. The hope of salvation is forfeited. രക്ഷയ്ക്കുള്ള എല്ലാ ആശയും പ്രത്യാശയും അതുകൂടെ തീർന്നു കഴിഞ്ഞു. അപ്പൊ വാസ്തവത്തില് കർത്താവായ യേശു ക്രിസ്തുവിൽ
ദൈവം നൽകിയ എല്ലാ രക്ഷാമാർഗവും അതുകൂടി ഇല്ലാതെ തീരുകയാണ്. വാസ്തവത്തിൽ അവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് the old sacrificial systems of the Jewish religion would soon be stopped. വളരെ വേഗത്തിൽ അത് അവസാനിക്കാൻ പോകുകയാണ്. അതിന്റെ പ്രയോജനം ഇല്ലാതെയാകുവാൻ പോകുകയാണ്. The only effective sacrifice has already been made and been made only for once. പാപത്തിനു വേണ്ടിയുള്ള പ്രായശ്ചിത്തയാഗം ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനിയും അതിന്റെ ആവശ്യകത വരുന്നില്ല. അതുകൊണ്ട് to turn away willfully from that sacrifice leaves no sacrifice എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരമയാഗത്തിൽ നിന്ന് മനഃപൂർവ്വമായി ഒഴിഞ്ഞു മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി യാഗങ്ങൾക്ക് വേണ്ടി ഒരു സാധ്യതയും ഇല്ലാതാക്കുന്നു. It leaves only sin. പാപത്തിൽ തുടരാൻ മാത്രം അത് സഹായകമാകുന്നു. The penalty for which is eternal death. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് നിത്യ മരണമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിപാവനമായ ക്രൂശിലെ യാഗമരണത്തെ മനഃപൂർവ്വമായി കളഞ്ഞാൽ, അതിൽ നിന്ന് വഴുതി മാറിക്കളഞ്ഞാൽ, ആ യാഗം അപര്യാപ്തമാണെന്ന് ചിന്തിച്ചാൽ, ജൂഡായിസം പഠിപ്പിക്കുന്ന സാക്രിഫൈസിലേക്ക് അവരെ കടിച്ചു ഞാന്ന് കിടന്നാൽ എന്ത് സംഭവിക്കും? സംഭവിക്കുന്നത് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും അവശേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, പാപത്തിൽ അവർ തുടരുന്നു. അതിനുള്ള ആത്യന്തികമായ ഫലം നിത്യമായ മരണം. അതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, such one the apostate has no sacrifice for sin remains. വിശ്വാസത്യാഗികൾക്ക് രക്ഷാമാർഗത്തിനായി ഇനി ഒരു യാഗവും അവശേഷിക്കുന്നില്ല. നമ്പർ 2, വിശ്വാസത്യാഗത്തിന്റെ രണ്ടാമത്തെ ഫലം, ഇറ്റ് ബ്രിങ്സ് ഗ്രേറ്റർ ജഡ്ജ്മെന്റ്. ഭയാനകമായ ന്യായവിധിയെക്കുറിച്ചുള്ള പ്രതീക്ഷ അത് അവശേഷിപ്പിക്കും. ഇവിടെ വായിക്കുക, but a certain terrifying expectation of judgment and the fury of a fire which will consume the adversaries. അതായത് എതിരാളികളെ ദഹിപ്പിക്കുന്ന അതിഭയാനകമായ ക്രോധാഗ്നിയും ദൈവത്തിന്റെ ഭയങ്കരമായ ന്യായവിധിയെക്കുറിച്ചുള്ള പ്രതീക്ഷയല്ലാതെ വിശ്വാസത്യാഗികൾക്ക് വേറെ യാതൊരു പ്രതീക്ഷയും ഇനി അവശേഷിക്കുന്നില്ല. അപ്പൊ വിശ്വാസത്യാഗത്തിന്റെ ഒന്നാമത്തെ ഫലം, പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ഇല്ല എന്നുള്ള സത്യം. 2, അതിഭയാനകമാകുന്ന ന്യായവിധിയും എതിരികളെ ദഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ശത്രുക്കളെ ദഹിപ്പിക്കുന്ന ദൈവത്തിന്റെ ക്രോധാഗ്നിയും മാത്രമേ ഇനിയും പ്രതീക്ഷയ്ക്കായി വകയുള്ളൂ എന്നാണ്. ഇതാണ് ഈ വിശ്വാസത്യാഗത്തിനുള്ള രണ്ടാമത്തെ ഫലം. ഗ്രേറ്റർ ദ സിൻ ദ ഗ്രേറ്റർ ജഡ്ജ്മെന്റ്. അതായത് പാപം എത്രമാത്രം പെരുകിയോ അത്രമാത്രം ന്യായവിധിയും അതിശക്തമായിരിക്കുന്നു. അതായത് അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം, അപ്പോസ്റ്റസി ഈസ് ദി വേഴ്സ്റ്റ് സിൻ ഓഫ് ഓൾ കൈൻഡ്. എല്ലാ പാപങ്ങളെക്കാളും ഏറ്റവും ഭയാനകമായ പാപമാണ് വിശ്വാസത്യാഗം. ആൻഡ് വിൽ ഹാവ് ദ വേഴ്സ്റ്റ് ജഡ്ജ്മെന്റ്. അതിന് അതിഭയങ്കരമായ ന്യായവിധി അല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ല. അതായത് ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം, സുവിശേഷത്തിന്റെ സത്യം എന്താണെന്ന് വളരെ വ്യക്തമായി ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടും ആ സത്യത്തിൽ നിന്ന് ദൂരവേ അകന്നു മാറിയാൽ അവരെ ദൈവത്തിന്റെ ശത്രുക്കളായി, ദൈവത്തിന്റെ പ്രതിയോഗികളായി, ഭയാനകമായ ന്യായവിധിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടവരായി മാത്രമേ ദൈവത്തിന് വീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഗദരേന്റെ ദേശത്തെ 2 വ്യക്തികളിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കുന്നതിന് മുമ്പ്, അതായത് മത്തായി 8:29, അവിടെ 2 ഭൂതഗ്രസ്തന്മാരുണ്ടായിരുന്നു. ആ ഭൂതഗ്രസ്തന്മാരിൽ നിന്ന് ഭൂതങ്ങളെ കർത്താവായ യേശു പുറത്താക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ഭൂതങ്ങൾ നിലവിളിച്ചുകൊണ്ട് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞേ? യു സൺ ഓഫ് ഗോഡ്, ദൈവപുത്ര. ഈ ഭൂതങ്ങൾ അവനെ വിളിക്കുന്ന എങ്ങനെയാണ്? ദൈവപുത്ര. ഇവിടെ ചില ആളുകൾ എന്നോട് ചോദിച്ചു, ഈ ഒരിക്കൽ പ്രകാശം ലഭിച്ചവർ, സ്വർഗീയദാനം ആസ്വദിച്ചവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ നല്ല പ്രവൃത്തികളെ രുചിച്ചറിഞ്ഞവർ, വരുവാനുള്ള ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തിയെ ആസ്വദിച്ചവർ, പിന്നെ അതുപോലെ തന്നെ സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചവർ, ഇവർ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? കാരണം അവർ ദൈവത്തെ വിളിച്ചവരല്ലേ, അവരെ കർത്താവിന്റെ നാമത്തെ അറിഞ്ഞവരല്ലേ, അവര് പരിജ്ഞാനം പ്രാപിച്ചവരല്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. ഇവിടെ ഈ ഡീമൻസ്, ഈ ഭൂതങ്ങൾ കർത്താവിനെ സംബോധന, യു സൺ ഓഫ് ഗോഡ്, ഹാവ് യു കം ഹിയർ ടു ടോർമെന്റ് us ബിഫോർ ദ ടൈം. ദൈവപുത്ര, കർത്താവായ യേശുവിനെ സംബോധന ചെയ്യുക പിശാചികൾ. ദൈവപുത്ര, നീ കാലത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നുവോ? മത്തായി 8:29.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂതങ്ങൾക്ക് അല്ലെങ്കിൽ പിശാചുക്കൾക്ക് ഒടുവിലായി അതിഭയാനകമായ ഒരു ന്യായവിധി ഉണ്ട് എന്ന് ഭൂതങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് വളരെ വേഗത്തിൽ വരുന്നുവെന്നും അറിയാം. അത് നിശ്ചയമാണെന്നും അറിയാം. ഒരു ദിവസം അതിനെ അഭിമുഖീകരിച്ചേ മതിയാവുകയുള്ളൂ എന്നും അറിയാം. എന്നാൽ ഇവർ ഭയപ്പെട്ടെന്നറിയാമോ? ആ ഭൂതങ്ങളുടെ ന്യായവിധി ഇപ്പോൾ തന്നെ നടപ്പിലാക്കാൻ ആ യേശു വന്നെന്ന് ആ ഭൂതങ്ങൾ ചിന്തിച്ചു. കാര്യം ഭൂതങ്ങൾക്ക് സർവജ്ഞാനമില്ലല്ലോ. അപ്പൊ അവർ ചിന്തിച്ചു, ഇപ്പോൾ തന്നെ അവരെ ഭയാനകമായ ന്യായവിധിയിലേക്ക് തള്ളിയിടാനായിട്ടാണ് യേശു വന്നത് എന്ന് അവർ ചിന്തിച്ചു. ഭയപ്പെട്ടിട്ട് ചോദിക്കുകയാണ്, ദൈവപുത്ര, നീ കാലത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നു. വാസ്തവത്തില് ഈ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ എബ്രായ ലേഖനത്തിന്റെ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വിദൂര കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനികളാണ് അല്ലെങ്കിൽ വിശ്വാസികളാണ് എന്ന് കേവലം അഭിമാനിച്ചുകൊണ്ട് വിശ്വാസികളായിത്തീരാത്ത അല്ലെങ്കിൽ സുവിശേഷത്താൽ പരിവർത്തനം സംഭവിച്ചില്ലാത്ത എന്നാൽ സഭയിൽ കൂടിപ്പോകുന്ന ഒരുപക്ഷെങ്കിൽ കർത്താവിന്റെ മേശയിൽ പങ്കാളികളാകുന്ന ഒരുപക്ഷെങ്കിൽ പ്രസംഗിക്കുന്ന ഒരുപക്ഷെങ്കിൽ യൂത്ത് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ടീനേജ് ക്യാമ്പുകളിൽ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗങ്ങൾക്ക് ജീരവെള്ളം കൊണ്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ പ്രസംഗിക്കുന്ന വചനഭാഗം എടുത്തു വായിക്കുന്ന വിശ്വാസ ത്യാഗികളായ ആളുകൾ ഈ ഭൂതങ്ങളെക്കാൾ മോശമാണെന്നായി മനസ്സിലാക്കുന്നു. കാര്യം ഭൂതങ്ങൾക്ക് അവർക്കൊരു ന്യായവിധി ഉണ്ടെന്നും അത് നിശ്ചയമാണെന്നും അത് ഭയങ്കരമാണെന്നും വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ രക്ഷയെ ഹൃദയം കൊണ്ട് അംഗീകരിക്കാതെ, ആന്തരികമായ പരിവർത്തനം വരാതെ, ആന്തരികമായ പരിച്ഛേദന ഏൽക്കാതെ, ഹൃദയ പരിച്ഛേദന ഏൽക്കാതെ വിശ്വാസ സമൂഹത്തിൽ വിശ്വാസികളാന്നുള്ള ഭാവേന കഴിഞ്ഞുകൊണ്ടുന്ന വിശ്വാസ ത്യാഗികൾ, ത്യാഗികളെക്കാൾ ബെറ്ററാണ് ആര്? ഈ പറയപ്പെട്ട ഭൂതങ്ങൾ. അതല്ലയോ ദൈവപുത്ര, നീ കാലത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നുവോ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഭൂതങ്ങൾക്ക് ന്യായവിധി നിശ്ചയിക്കുന്ന പോലെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം വിശ്വസിച്ച് വീണ്ടും ജന്മം പ്രാപിക്കാത്ത ഏതൊരു വ്യക്തിക്കും അതിഭയാനകമായ ന്യായവിധിയുണ്ട്. ചില ആളുകൾ ചോദിക്കുക, ഇവിടെ പറയപ്പെടുന്ന ഈ വേദഭാഗത്ത് പറയപ്പെടുന്ന ആളുകൾ വിശ്വാസികളല്ലെന്ന് ആര് പറഞ്ഞെന്ന്? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24 മുതൽ വാക്യങ്ങളിൽ പറയപ്പെടുന്ന ആളുകളെ വിശ്വാസികളാണെന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. അവർ പ്രസംഗിച്ചപ്പോൾ കൈകൊട്ടിയവരും, അവര് പ്രസംഗിച്ചപ്പോൾ ഹല്ലേലൂയ പറഞ്ഞവരും, അവര് പ്രസംഗിച്ചപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും പറഞ്ഞവരും, അവര് പ്രസംഗിച്ചപ്പോൾ ആത്മനിർഭരായവരും എല്ലാം ഇവര് പറയാണ്, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും എല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ അന്നാളിൽ അവർ വന്ന് അവനോട്, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അവൻ അവരോട്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി ഒരുക്കിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് ഞാൻ അവരോട് തീർത്തു പറയും എന്നാ പറഞ്ഞു. ഇവൻ എങ്ങനെയാ ചെയ്തത്? യേശുവിന്റെ നാമത്തിലാണ് ഇതെല്ലാം ചെയ്തത്. യേശുവിന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കിയവൻ, യേശുവിന്റെ നാമത്തിൽ പൊതുഭാഷ സംസാരിച്ചവൻ, യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ പ്രവർത്തിച്ചവൻ, യേശുവിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ പ്രവർത്തിച്ചവൻ, യേശുവിന്റെ നാമത്തിൽ അനേക കാര്യങ്ങൾ ചെയ്തവൻ. അവരോട് കർത്താവ് പറയാണ്, ഐ ഹാവ് നെവർ നോൺ യു, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ. പിന്നെ അത് വരുന്നതായിരുന്നു. അപ്പൊ ദൈവ പ്രൊഫസിംഗ് ക്രിസ്ത്യൻ, അവർ വിശ്വാസികൾ ആണെന്ന് അഭിമാനിക്കുന്നവർ ആയിരുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 38 മുതൽ 42 വരെ വാക്യങ്ങളില് ഇതുപോലെയുള്ള വിശ്വാസ ത്യാഗികൾക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നുവെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു പറയുണ്ടായി. ഞാൻ ആ വാക്യഭാഗം കൂടെ വായിച്ചു കേൾപ്പിക്കാം. 38-ാം വാക്യം വായിക്കുന്നു, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കളദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ, കളകൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ എന്ത് ചെയ്യും? അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുളയിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. മനസ്സിലായോ? അതായത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പൊ കളയും വിത്തും തമ്മില് പറിച്ചു മാറ്റാൻ കഴിയാത്ത സ്ഥിതിയിൽ, കളയേത് വിത്ത് ഏതെന്ന് അറിയാൻ വയ്യാതിരിക്കുക. എന്നാൽ കൊയ്ത്തിന്റെ ഒരു ദിവസം വരുന്നുണ്ട്. കൊയ്ത്തിന്റെ ആ ദിവസം എന്ത് ചെയ്യും? അവൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ ആദ്യം എന്ത് ചെയ്യും? കള കൊയ്ത് മാറ്റും. കള കൊയ്ത് മാറ്റി അവയെ തീയിലിട്ട് ചുട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എന്നാൽ വിത്ത് എന്ത് ചെയ്യും? നല്ല വിത്ത്, കറ്റ, അത് കൊയ്തെടുത്ത് കളപ്പുരയിൽ കൂട്ടിവെക്കും. അവർ എന്ത് ചെയ്യും? അവർ നീതിമാന്മാർ എന്ന് വിളിക്കപ്പെടും. അവർ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. എന്നാൽ ദുഷ്ടന്മാർ എന്ത് ചെയ്യും? അവരെ കള കൂട്ടിയിടുന്നത് പോലെ ചുട്ട് കളയും എന്നാ പറയും. മനസ്സിലായല്ലോ? ഈ ഭാഗം വളരെ വ്യക്തമായി
നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇതിനോട് വളരെ സമാനമായ ഒരു വേദഭാഗമാണ് തെസ്സലോനിയർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അതുകൊണ്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദൈവത്തെ അറിയാത്തവർക്കും, ദൈവത്തെ അറിയാത്തവർ ഞാൻ രക്ഷിക്കപ്പെടാറുന്ന അർത്ഥമല്ല, ദൈവത്തെ കുറിച്ച് കേട്ടുകേൾവിയില്ലാത്തവർ നല്ല അർത്ഥമല്ല. ദൈവത്തെ അറിയാത്തവർക്കും പിന്നെ നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങളുടെ സാക്ഷിയെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ ഒരു അതിശയ വിഷയം ആകേണ്ടതിന് വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി കൊയ്യും. ഇത് മത്തായിയുടെ സുവിശേഷം 13:38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ കളയെയും വിത്തിനെയും സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഉപമയും അതിന്റെ റിമൈൻഡർ വാസ്തവത്തിൽ വ്യാഖ്യാനമാണ് പൗലോസ് അപ്പോസ്തലൻ 2 തെസ്സലോനി 1:7 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഞാൻ അധികം വിസ്തരിച്ച് ഇത് നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. വിശ്വാസ ത്യാഗത്തിലുള്ള 2 ഫലങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1, പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല എന്ന് വിശ്വാസ ത്യാഗികൾ മനസ്സിലാക്കണം. 2, അങ്ങനെയുള്ളവർക്കുള്ള ഏക പ്രതീക്ഷ അതിഭയാനകമായ ദൈവത്തിന്റെ ന്യായവിധിയാകുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 10-ാം അധ്യായത്തിന്റെ 28 മുതൽ 29 വാക്യങ്ങളിൽ വായിക്കുന്നു. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്ത ഏവനെയും എന്ത് ചെയ്യുന്നു? 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ അവരെ ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിനെ ചവിട്ടിക്കളയുകയും ദൈവത്തിന്റെ തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമായി തീരും എന്നറിഞ്ഞുകൊള്ളുക. അതായത് ഈ കാര്യം പറയുകയാണ്, മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവനെ 2-3 സാക്ഷികളുടെ മുൻപാകെ കഠിനമായി ശിക്ഷിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു കാൽവരിലെ ക്രൂശിൽ മനുഷ്യവർഗത്തിന് വേണ്ടി ചൊരിഞ്ഞ പാപത്തിനു വേണ്ടിയുള്ള പാപത്തിന്റെ പരിഹാര ബലി, ആ നിയമരക്തത്തെ അനുസരിക്കാത്ത ആ നിയമരക്തം മാത്രമാണ് പാപത്തിനുള്ള ഏക പരിഹാര മാർഗമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറത്തുനിന്ന് നിരവധി പ്രാവശ്യം ഹൃദയങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടും പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെടാതെ പരിശുദ്ധാത്മാവിന്റെ ഓർമ്മപ്പെടുത്തലിനെ അതിനെ അവഗണിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ നിരാകരിച്ചു കളഞ്ഞാൽ അതിഭയാനകമായ ന്യായവിധി ഉണ്ടാകും. പീലാത്തോസ് എന്താ സംഭവിച്ചത്? കർത്താവ് പീലാത്തോസിന് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന് 11-ാം വാക്യം, ഹി ഹു ഡെലിവേർഡ് മീ അപ് ടു യു ഹാസ് ദ ഗ്രേറ്റർ സിൻ. എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്ന് പറഞ്ഞു. അതാരും അറിയാമോ? ഇസ്കരിയത്ത യൂദായ്ക്കാണ്. ഇസ്കരിയത്ത യൂദായ്ക്ക് അധികം പാപം ഉണ്ടാകുന്നത് കാരണം അവൻ അധികം അറിഞ്ഞവനാണ്, യേശുവിനോട് അസോസിയേറ്റ് ചെയ്തവനാണ്, യേശുവെ പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു, യേശു അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്പെടുന്നതും എല്ലാം ചെയ്യുന്നത് അവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണ്, അതിന് ഭാഗവാക്കായി തരുന്നവനാണ്. ഈ ന്യൂ ഗ്രേറ്റർ, അതുകൊണ്ട് ഗ്രേറ്റർ വാസ് ഹിസ് സിൻ. അവൻ ഏറ്റവും അധികം അറിഞ്ഞതുകൊണ്ട് അവന്റെ പാപം ഏറ്റവും ഭയാനകമായിരുന്നു. പീലാത്തോസിനേക്കാൾ വലിയ ശിക്ഷാവിധിക്ക് യൂദാ കാരണക്കാരനായി തീർന്നു. കാരണം പീലാത്തോസ് യേശുവിനെ കുറിച്ച് അറിഞ്ഞതിനേക്കാൾ അധികം വെളിച്ചം ആർക്കുണ്ടായിരുന്നു? ഈ യൂദായ്ക്ക് ഉണ്ടായിരുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 47-48 വാക്യങ്ങളിൽ വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞു, യജമാൻ എപ്പോൾ വരും എന്ന് അറിഞ്ഞിട്ട് അവനെ എപ്പോൾ വന്നാലും സ്വീകരിപ്പാൻ തക്കവണ്ണം അരമുറുക്കി അവന് ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യൻ ദാസനാരാണ്? ഭാഗ്യവാൻ. അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വാസ്തവത്തിൽ ഇവിടെ ഈ ശിക്ഷാവിധിയെ സംബന്ധിച്ചുള്ള പഴയ നിയമത്തിന്റെ ടീച്ചിങ്സ് പുതിയ നിയമത്തെ പോലെ അത്ര ഗൗരവമല്ല, എന്ന് പറഞ്ഞാൽ അത്ര വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി ഈ ശിക്ഷാക്രമത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ശിക്ഷാക്രമം എന്ന് പറയുന്നത് നിത്യ നരകാഗ്നിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്ത അവനെ ഈ സുവിശേഷത്തിന്റെ സത്യവചനം വ്യക്തമായി കേട്ടിട്ടും വളരെ വ്യക്തതയോടുകൂടെ ഒരു രക്ഷിതാവ് മാത്രമേ ഉള്ളൂ എന്നും ആ രക്ഷിതാവ് കർത്താവായ യേശു ക്രിസ്തുവാണെന്നും ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തോടെ അല്ലാതെ രക്ഷയ്ക്ക് യാതൊരു മാർഗമില്ലെന്നും ആ രക്ഷ സ്വായത്തമാക്കുവാനുള്ള ഏക മാർഗം വിശ്വാസത്തിൽ അവനെ കൈക്കൊള്ളുകയാണെന്നും അങ്ങനെ വിശ്വാസത്തിൽ അവനെ കൈക്കൊള്ളുന്നവർക്കാണ് മരണശിക്ഷാവിധിയിൽ നിന്ന് അല്ലെങ്കിൽ നരകശിക്ഷാവിധിയിൽ നിന്ന്
നിത്യമായിരുന്ന ജീവനിലേക്കുള്ള പരിവർത്തനം ഉണ്ടാകുന്നത്, പ്രവേശനം ഉണ്ടാകുന്നത് എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിന്ദിച്ചാൽ, കർത്താവിന്റെ നിയമരക്തത്തെ മല്ലെന്ന് നിരൂപിച്ചാൽ, അതുപോലെ തന്നെ സുവിശേഷത്തെ തൃണവൽഗണിച്ചാൽ എന്തോ സംഭവിക്കും? അതിഭയാനകമായ ന്യായവിധിക്കായുള്ള പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ വിശ്വാസത്യാഗികൾ പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും ഒരുപോലെ നിന്ദിച്ച് അവഗണിച്ച് കളഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഈ എബ്രായലേഖനം 6-ാം അധ്യായത്തിന്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും 10-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലും പ്രസ്താവിക്കപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആരാണ്? അവര് വാസ്തവത്തില് വിശ്വാസികളല്ല, രക്ഷിക്കപ്പെട്ടവരല്ല, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചവരല്ല, അവര് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഭാവമോഹനം പ്രാപിച്ചവരല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യവർഗത്തിന് ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തെക്കുറിച്ച് ഏറ്റവും വളരെ വ്യക്തമായി കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ളവരാണ്. എന്നിട്ടും മനഃപൂർവ്വമായി ക്രിസ്തുവിനെ നിരാകരിച്ചവരാണ്. മനസ്സിലായല്ലോ? ഞാൻ ആദ്യം ഓർപ്പിച്ച വേദഭാഗം പിന്നെയും ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എബ്രായ ലേഖനം എഴുതിയത് എബ്രായ ക്രൈസ്തവർക്കാണ്. എന്നാൽ എബ്രായ ക്രൈസ്തവർക്ക് വേണ്ടി ഇത് എഴുതുമ്പോൾ 3 കൂട്ടം ആളുകളെ അപ്പോസ്തലൻ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഇത് എഴുതുന്നത്. ഒന്ന്, എബ്രായ ക്രിസ്തീയ വിശ്വാസികൾ, യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് വിശ്വാസികളായി തീർന്ന എബ്രായ ക്രൈസ്തവ വിശ്വാസികൾ. അവരാണ് ഈ എഴുത്തുകാരന്റെ മുമ്പിൽ പ്രഥമമായി നിൽക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം പറയുന്നത് ഹീബ്രു നോൺ ക്രിസ്ത്യൻസ് ഹൂ വെയർ ഇന്റലക്ച്വലി കൺവിൻസ്ഡ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഇടയിലെ അക്രൈസ്തവരായ ആളുകൾ, ബൗദ്ധിക മണ്ഡലത്തിൽ സുവിശേഷത്തെക്കുറിച്ചുള്ള സത്യമായ പ്രകാശനം പ്രാപിച്ചവരെങ്കിലും വീണ്ടും ജനിക്കാത്തവർ. മൂന്നാമത് വേറൊരു ഗ്രൂപ്പ് ആളുകളുണ്ട്. അവരെക്കുറിച്ച് പറയുന്നത് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നു, ഹീബ്രു നോൺ ക്രിസ്ത്യൻസ് ഹൂ വെയർ നോട്ട് കൺവിൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപബോധം ഉണ്ടായിട്ടില്ലാത്ത, പ്രകാശനം ലഭിച്ചിട്ടില്ലാത്ത, സുവിശേഷത്തെ കുറിച്ച് യാതൊരു പരിജ്ഞാനവും ഇല്ലാത്ത മൂന്നാമത്തെ കൂട്ടർ. ഇങ്ങനെ 3 കൂട്ടം ആളുകൾ ഇവിടെ എന്റെ എതിരാളികളായാൽ, എതിരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ആശയത്തോട് നിൽക്കുന്ന ആളല്ല, എന്റെ എതിരാളി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നെ സ്നേഹിക്കുന്നവരാ നിങ്ങളെല്ലാവരും, എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ ബഹുമാനിക്കുന്നവരുമാണ്, എന്നോട് വളരെ ബഹുമാനത്തോടെ ഏർപ്പെടുന്നവരുമാണ്. ഞാൻ പറയുന്ന ആശയത്തോടാണ് ഈ ചിലർ നിൽക്കുന്നത്. ആശയത്തോട് നിൽക്കുന്നവരെന്നറിയാമോ? ഈ എബ്രായലേഖനം എഴുതിക്കുന്ന മുഴുവൻ എബ്രായ വിശ്വാസികൾ വേണ്ടിയ ഈ എബ്രായലേഖനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ 3 കൂട്ടം ആളുകളെ കുറിച്ചാണ്. അതായത് എബ്രായ വിഭാഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്ന ക്രിസ്ത്യാനിയായ വിശ്വാസികളായി തീർന്ന വിശുദ്ധന്മാർ. 2, ബൗദ്ധിക മണ്ഡലത്തിൽ ദൈവിക സത്യങ്ങളുടെ പ്രകാശം പ്രാപിച്ചിട്ടും മനഃപൂർവ്വമായി അതിനെ അവഗണിച്ചറിഞ്ഞവർ. 3, ഈ പറയപ്പെട്ട പാപബോധമോ കുറ്റബോധമോ ഉണ്ടാകാത്ത, ദൈവപ്രകാശം പ്രാപിച്ചിട്ടില്ലാത്ത ആളുകൾ. ഇങ്ങനെ 3 കൂട്ടം ആളുകളെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അപ്പോസ്തലന് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. ഞാൻ എബ്രായ ലേഖനത്തിലെ 6, 10 അധ്യായങ്ങളിൽ പറയപ്പെടുന്ന രക്ഷാ നഷ്ട സാധ്യതയെക്കുറിച്ചുള്ള ഈ ഖനനം ഈ വീഡിയോ കൂടെ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ എന്തുകൊണ്ട് രക്ഷ കർത്താവായ യേശു ക്രിസ്തു ഭദ്രമായിരിക്കുന്നു എന്നുള്ളതിലേക്ക് ന്യായാന്യായികളായി വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഉപദേശ സത്യങ്ങളും അതുപോലെ രക്ഷാനഷ്ട വാദോന്മുഖങ്ങളായി എതിർവിഭാഗക്കാരെ ഉന്നയിക്കുന്ന വാദഗതികളും അവയ്ക്കുള്ള മറുപടികളും ചെറിയ വീഡിയോകളായി ഞാൻ സംപ്രേഷണം ചെയ്യാം എന്ന് കർത്താവിൽ പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഇതിലൊക്കെയും എന്റെ ആഗ്രഹം, എന്നെ കേൾക്കുന്ന ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിനെയും അവിടുത്തെ ദിവ്യമായ രക്ഷാപദ്ധതിയും രക്ഷയുടെ ഭദ്രതയും ദൈവത്തിനെ എപ്രകാരം പ്രസ്താവിക്കുന്നു അങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്നുള്ള എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ എഴുതുന്ന ആശയങ്ങളെ എതിർത്തുകൊണ്ട് എഴുതുന്ന ആളുകളോട് എനിക്ക് ബഹുമാനവും സ്നേഹവും മാത്രമേ ഉള്ളൂ. കാര്യം അവരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നല്ലോ, പഠിക്കുന്നല്ലോ എന്നുള്ളതാണ്. പിന്നെ ഓരോരുത്തർക്കും വീക്ഷണങ്ങൾ വ്യത്യസ്തമാണ്, അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. നിങ്ങൾക്ക് സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിന് ആവശ്യമായ സ്വർഗീയ പ്രകാശം ഈ സത്യം ഗ്രഹിപ്പാൻ തുടർന്ന് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടു ശുശ്രൂഷകൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.